ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് എത്ര വലുതോ ചെറുതോ ആയാലും, അതുപോലെ എത്ര പുതിയതും പഴയ വീടായാലും ആയൊരു വീട് നല്ല തിളക്കത്തോടെയും നല്ല വൃത്തിയോടെയും നമുക്ക് എപ്പോഴും ഒരുപോലെ സൂക്ഷിക്കാനുള്ള കുറച്ച് നല്ല ശീലങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റത്തെ ടിപ്സ്, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരവും ഖുർആനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ബെഡ് നന്നായിട്ടൊന്ന് വിരിച്ച് വെക്കുക കേട്ടോ. നമ്മുടെ പില്ലോ ഒക്കെ എടുത്ത് നല്ല വൃത്തിയിലൊന്ന് വിരിച്ച് നല്ല ഒതുക്കി വെച്ച് കൊടുക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പുതപ്പില്ലേ, നമ്മൾ പുതച്ചിട്ടുള്ള ബ്ലാങ്കറ്റ് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ മുകളിലായിട്ട് നല്ല വൃത്തിക്കൊന്ന് വിരിച്ച് വെച്ച് കൊടുക്കുക. കുട്ടികളൊക്കെ ഉറങ്ങുന്നവരാണെങ്കിൽ കുട്ടികൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വിരിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടത് നമ്മളെ ജനാലകളില്ലേ അതൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുക. നമ്മൾ രാത്രി അടച്ചിട്ടില്ല ഉണ്ടാവുക, അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ശുദ്ധവായു വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. പിന്നെ നമ്മുടെ കിച്ചണ് രാവിലെ തന്നെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രിയിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഇതേപോലെയാണ് ചെയ്യാറ്. രാത്രിയിൽ നമ്മളെല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് നമ്മുടെ കിച്ചൺ ഫുൾ ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കിച്ചണിലെ ജനലുകൾ ഒന്ന് തുറന്നു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സോഫയില്ലേ, ആ സോഫയെല്ലാം ഒന്ന് പൊടിയൊക്കെ തട്ടി നല്ല വൃത്തിയായിട്ട് വെക്കുക. അതിൽ കുട്ടികൾ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാണ്. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ആദ്യം തന്നെ നമ്മൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം സവാളയെ വേണ്ടു. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സവാള ഞാൻ ഇതേപോലെ ഒന്ന് പീസായിട്ട് എടുക്കുന്നേ ഉള്ളൂ. അത് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നില്ല, ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ പച്ചമുളക് ഞാനിത് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഞാനിതാ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ട് വരും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കിയില്ല ആ ഒരു സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ തേങ്ങ, ആ ഒരു തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിള വരണം കേട്ടോ. അപ്പോൾ തിള വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തായിട്ടാണ് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂണൊന്നും ഇട്ടിട്ട് ഒന്ന് ഇളക്കരുത്. നമ്മൾ കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ മുട്ട ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ
മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒറോട്ടി ചുട്ടെടുക്കാം. അപ്പോൾ ഒറോട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിതാ നമ്മളിതേപോലെ കവറിലാണ് കേട്ടോ ഒറോട്ടി പരത്തിയെടുക്കുക. പണ്ട് കാലത്തൊക്കെ നമ്മൾ വാഴ ഇലയിലാണ് ഒറോട്ടി ചുട്ടെടുക്കാറ്. ഇപ്പോൾ നമ്മളിതേപോലെ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ഇതുണ്ടാവില്ലേ കവർ, അത് നമ്മൾ മുറിച്ചെടുത്തിട്ട് അതിൽ ഓയിൽ പുരട്ടിയിട്ടാണ് നമ്മൾ ഒറോട്ടിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കുക. അങ്ങനെ ഞാൻ ഒറോട്ടി ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒറോട്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കൈനെ കൊണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മൾ ഒറോട്ടിയുടെ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതങ്ങനെ നമ്മൾ 9 ഒറോട്ടി ഒരുമിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ചുട്ടെടുക്കാൻ പറ്റിയൊരു പത്തിരി തവേൻ്റെ മുകളിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഒറോട്ടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അധികവും ഒറോട്ടി തന്നെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നെയ്പത്തിരി അല്ലെങ്കിൽ പൂരി അങ്ങനെ എന്തെങ്കിലും ദോശ അതൊക്കെയാണ് ഉണ്ടാക്കുക കേട്ടോ രാവിലെ അധികവും. പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് ഈ ഒറോട്ടിയുടെ കൂടെ ഈ ഒരു മുട്ടക്കറി കേട്ടോ. ഒറോട്ടിക്ക് ഈ ഒരു നെയ്യില്ലേ, ഈ നെയ്യ് നമ്മൾ ഈ ഒറോട്ടിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ കഴിക്കുക. പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ചേർക്കാറുണ്ട്. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഇതേപോലെ നെയ്യ് ചേർത്ത് കൊടുക്കും, എന്നിട്ടാണ് നമ്മൾ ഒറോട്ടി കഴിക്കുക. അപ്പോൾ ഇതാ ഒറോട്ടിയുടെ കൂടെ ഈ ഒരു മുട്ടക്കറിയും കൂടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒറോട്ടി ഒക്കെ ഈ കണ്ണൂർ ഭാഗത്ത് അധികവും ഒറോട്ടിക്ക് ഈ ഒരു കറി ഉണ്ടാവും കേട്ടോ, മുട്ടക്കറി അല്ലെങ്കിൽ മുരിങ്ങ ഇല വെച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് ഒറോട്ടിയുടെ കൂടെ കഴിക്കാൻ. പിന്നെ ഇതാ നമ്മുടെ കിച്ചണിലെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാത്രങ്ങളൊക്കെ കിച്ചൺ സിങ്കിൽ കൊണ്ടിട്ടിട്ട് ഉടനെ തന്നെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. അവിടെ കുറേ സമയം അവിടെ വെച്ചിരിക്കരുത്. നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പാത്രങ്ങൾ നമ്മൾ കുറേ അധികം കൂട്ടി വെക്കരുത്. നമ്മൾ പാത്രങ്ങൾ ഉണ്ടാകുന്നത് തന്നെ വെമ്പയെ ഒന്ന് കഴുകി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉടനെ തന്നെ സിങ്ക് കഴുകണം കേട്ടോ. സിങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് സോപ്പോ ലിക്വിഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീനാക്കി എടുക്കുക. നമ്മൾ ഏത് പാത്രവും ഏത് സമയം നമ്മൾ ഉച്ച സമയമായാലും രാത്രി ആയാലും ഏത് സമയം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ സിങ്ക് ആ സമയം തന്നെ നമ്മൾ ഒന്ന് ക്ലീനാക്കിയിടാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സിങ്ക് അപ്പോൾ നല്ല ക്ലീനായിട്ടുണ്ടാവും. പിന്നെ ഇതാ ഞാനിപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ളൊരു ബോട്ടിലിൽ നമ്മൾ ഈ ലിക്വിഡ് വാങ്ങുന്ന ബോട്ടിൽ തന്നെയാണ് കേട്ടോ. കാലിയായിട്ടുള്ള ബോട്ടിലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഞാൻ പാത്രങ്ങൾ കഴുകാനെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് ലിക്വിഡ് കുറേ അധികം ലാഭിക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല നമുക്ക് നൊരയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പാത്രം കഴുകാനുള്ള സോപ്പിൻ്റെ പതയൊക്കെ നന്നായിട്ടുണ്ടാവും. നമ്മൾ വെറുതെ കുറച്ച് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് ആക്കിയെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇതേപോലെ നമ്മൾ സ്പോഞ്ചിൽ കുറച്ച് ലിക്വിഡ് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം ലാഭിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനാക്കൽ, ഗ്യാസ് സ്റ്റൗ ക്ലീനാക്കൽ അധികവും ഇത് വെച്ച് തന്നെയാണ്. പിന്നെ ചില സമയത്തൊക്കെ ഞാൻ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കും കേട്ടോ. പിന്നെ നമ്മളിതാ ഇതേപോലെ കൗണ്ടർ ടോപ്പ് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു തിളക്കം ഉണ്ടാവും. ഈ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഇവിടെ ഒക്കെ മറിഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒരു സ്മെല്ലുണ്ടാവും അല്ലേ, അതൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇതേപോലെ ഈ ഒരു ജനാലയില്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ ഒന്നും ഒരു സാധനവും വെക്കരുത്. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോഴും തന്നെ നമ്മൾ ആ ഒരു ഉപയോഗം കഴിഞ്ഞാൽ തന്നെ അപ്പോഴും നമ്മൾ എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെപ്പോൾ എവിടെയാണ് വെക്കുന്നത് അവിടെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ ഈ മിക്സി വെക്കുന്ന സ്ഥലം, ഈ നമ്മളെ കെറ്റിലിൽ വെക്കുന്നുണ്ടാവില്ല, ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ ഒന്ന് തുണി കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ.
ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. എല്ലാം നമ്മളൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തുടച്ചിട്ട് അത് ആ സ്ഥാനത്ത് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അകമൊക്കെ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കില്ല. ആ ഒരു സമയത്ത് നമ്മൾ ദിവസവും ചെയ്യുന്ന ജോലിയല്ല, ആ ഒരു സമയത്ത് നമ്മൾ അറിയാതെ ഇതേപോലെ തന്നെ ഒരു ചൂല് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഈ ഒരു ജനാലകളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ മാറാലകൾ കെട്ടിക്കിടക്കും, അതൊക്കെ നമുക്ക് അന്നന്ന് കളയാൻ പറ്റും. പിന്നെ രാവിലെ തന്നെ നമ്മൾ മുറ്റം ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കിയിടുക. പിന്നെ നമ്മൾ വാഷ് ബേസിൽ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ വാഷ് ബേസ് ഇതേപോലെ എല്ലാ സ്ഥലവും നന്നായിട്ട് ഉണക്കിയിട്ട് വെക്കുക കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടാക്കുക, അതൊക്കെ ഉണക്കിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നമ്മൾ ദിവസം ഡ്രസ്സ് അലക്കി ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ, ആ ഒരു ഡ്രസ്സ് നമ്മളെ ബെഡിലൊന്നും വലിച്ചിടാതെ നമ്മൾ ഉണക്കി കൊണ്ടുവന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മുടെ അവരവരുടെ കബോർഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ നമുക്ക് ഈ തുണികൾ വാരി വലിച്ചിട്ട് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നുമല്ലേ. അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ടും നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്